In nomine Patri et Filii et Spiritui Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Praise the Lord. Praise the Lord. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഫാത്തിമയുടെ 1, 2 രഹസ്യങ്ങൾ പൂർത്തിയായെന്നും 1944 സിസ്റ്റർ ലൂസിയയെ പ്രഷർ ചെയ്ത് നിർബന്ധമായിട്ട് അത് എഴുതി വാങ്ങിച്ച് അത് ഫാത്തിമയിലെ ബിഷപ്പിനെ ഏൽപ്പിച്ചതും അവിടെ നിന്ന് അത് നിരങ്ങി 57 ആയപ്പോഴേക്കും പല ആൾക്കാരുടെ കൈകളിലൂടെയൊക്കെ പോയി അതെവിടെ എത്തി 57 എന്നുമായ കഥകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ മാതാവ് കൊടുത്ത ഈ 3 രഹസ്യം സിസ്റ്റർ ലൂസിയോട് പറഞ്ഞത് 3 രഹസ്യം 60 തിരുസഭയ്ക്ക് ലോകത്തിലും കൊടുക്കണം, തിരുസഭയിലൂടെ കൊടുക്കണം, തിരുസഭ കൊടുക്കണം, തിരുസഭയ്ക്കും ലോകത്തിനും കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സിസ്റ്റർ ലൂസിയോട് പലരും, പല VIP കളും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മാതാവ് ഈ 60 കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? വൈ നോട്ട് 55, വൈ നോട്ട് 62 എന്നാണ് ഒരു ചോദ്യം. അതിന് സിസ്റ്റർ ലൂസിയയിലൂടെ മാതാവ് പറഞ്ഞത് 1960 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. 60 നിങ്ങൾ ഈ സന്ദേശം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് 60 തരാൻ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ ഈ 57നും 60നും ഇടയ്ക്കുള്ള സംഭവിച്ച കാര്യങ്ങൾ നമ്മളുടെ ഈ പ്രോഗ്രാം യൂട്യൂബിൽ കയറി അതിന് തൊട്ടു പിന്നാലെ അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ക്രമത്തിൽ നിങ്ങൾ പിന്നെ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് തൊട്ട് മുമ്പ് നടന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഈ ഫാത്തിമ ഇന്നത്തെ നമ്മളുടെ ഈ 2ാം ഭാഗം നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്, നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന ലോകത്തിലെ നമ്മളുടെ അനേകം രാജ്യങ്ങളിലെ മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനൽ അവർക്കും തരുന്നത് 3 രഹസ്യത്തിൽ വെളിപ്പെടുത്താത്ത ഭാഗമുണ്ട്. വെളിപ്പെടുത്തിയത് വളരെ നിസ്സാരവും ഫാബ്രിക്കേറ്റ് ചെയ്തതുമാണ്, കൃത്രിമമായി എഴുതിയുണ്ടാക്കിയതുമാണ്, വളരെ നിസ്സാരം. പക്ഷേ കാതലായതും ഗൗരവമേറിയതും ലോകത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പും സംബന്ധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് അതേക്കുറിച്ച് അന്വേഷിച്ച പല വ്യക്തികളുടെയും ഔദ്യോഗികമായും ഒഥൻറ്റിക്കുമായ റെക്കോർഡ്സിലൂടെ കടന്നുപോയപ്പോൾ ഈ പാപിയായ എനിക്ക് വ്യക്തമായ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടില്ലേ? 3 രഹസ്യത്തിലെ കാര്യങ്ങൾ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. മാതാവ് പറഞ്ഞിട്ടുണ്ട്, 3 രഹസ്യം ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ലോകം മുഴുവനെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ 3 രഹസ്യം എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് 40 വർഷം കാത്തിരുന്ന, 60 മുതൽ 2000 വരെ കാത്തിരുന്ന കത്തോലിക്കർ വരെ ആകാംക്ഷ ഭരിതരായി കാത്തിരുന്ന കത്തോലിക്കർ നിരാശപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഇത് എന്താണ് അവർക്ക് കിട്ടിയ മറുപടി? 1960 ANI എന്ന ന്യൂസ് ഏജൻസിക്ക് കിട്ടിയ ന്യൂസ് ഒഫീഷ്യലി പുറത്തു വന്നത് ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ള ന്യൂസാണ് 60 കാത്തിരുന്ന കത്തോലിക്ക മക്കൾക്ക്
കിട്ടിയത്. 40 വർഷമായി ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഈ ഫാത്തിമ മൂന്നാം രഹസ്യം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ 17 മുതൽ 60 വരെ കാത്തിരുന്നു. എന്നിട്ടും ന്യൂസ് വന്നത് 1960 വന്ന ന്യൂസ് വന്നത് എന്താ? ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. പിന്നെ അവിടുന്ന് കത്തോലിക്ക വിശ്വാസികളെ ടെൻഷൻ കൂടി പിന്നെ അടുത്ത 40 വർഷം 2000 ഈ ഫ്രാൻസിസ് ജസീന്തായുടെ നാമകരണത്തിന് വേണ്ടി കൂടി ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്നും ജനങ്ങൾ നിരാശപ്പെട്ടു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വെളിപ്പെടുത്തിയതോ അതും അവരെ ടോട്ടലി നിരാശപ്പെടുത്തി. അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് ഈ മൂന്നാം രഹസ്യം വെളിപ്പെടുത്തിയ ഫാത്തിമ www.org www.vatican.org ഫാത്തിമ രഹസ്യം. അത് നമ്മൾ എന്താണ് അവർ പബ്ലിഷ് ചെയ്തത്, ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്, ഒറിജിനൽ സോഴ്സ്. പിന്നെ സിസ്റ്റർ ലൂസിയുടെ എന്താ പറയുക, ക്വാർത്ത മെമ്മോറിയ എന്ന് പറഞ്ഞ അതിൻ്റെ മലയാളം പറയാൻ ഓർമ്മക്കുറിപ്പുകൾ 1, 2, 3, 4 അങ്ങനെ 4 ഓർമ്മക്കുറിപ്പുകൾ ലൂസിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ. നമ്മുടെ മാർപ്പാപ്പ അന്ന് കർദിനാൾ റാറ്റ്സിംഗർ ആയിരുന്ന പ്രീഫെക്ട് ഓഫ് കോൺഗ്രിഗേഷൻ ഓഫ് ഫെയ്ത്ത് ആയിരുന്ന സമയത്ത് ഫാദർ ഇൻഗോ ഡ്യുലിംഗർ എന്ന ഒരു വൈദികന് കൊടുത്ത അഭിമുഖ സംഭാഷണം മൈക്ക് ഹിക്സൺ എന്ന വ്യക്തിയുടെ 1 Peter 5 എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ഇന്റർവ്യൂ. ജോൺ പോൾ രണ്ടാമനെ വധിച്ച മുഹമ്മദ് അലി ആഘ എന്ന ഒരു വാടക കൊലയാളിയുടെ സ്റ്റേറ്റ്മെന്റ്സ്, കർദിനാൾ എവ്ജീനിയോ പ്യാച്ചെല്ലി എന്ന 11ാം പീയൂസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിയെ ഔദ്യോഗികമായി നിയോഗിച്ച സിസ്റ്റർ ലൂസിയുമായിട്ട് സംസാരിച്ച ആരാണ് ഈ കർദിനാൾ എവ്ജീനിയ പ്യാച്ചെല്ലി എന്ന് ചോദിച്ചാൽ 11ാം പീയൂസ് മാർപ്പാപ്പയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട 12ാം പീയൂസ് മാർപ്പാപ്പയുടെ പേരാണ് എന്ത്? കർദിനാൾ എവ്ജീനിയോ പ്യാച്ചെല്ലി എന്ന് പറയുന്നത്. 11ാം പീയൂസ് മാർപ്പാപ്പ തൻ്റെ സെക്രട്ടറിയായ കർദിനാൾ എവ്ജീനിയോ പ്യാച്ചെല്ലിയെ സിസ്റ്റർ ലൂസി ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് 60 കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കർദിനാൾ എവ്ജീനിയോയെ എവിടേക്ക് അയച്ചു? സിസ്റ്റർ ലൂസിയയ്ക്ക് അയച്ച് ലൂസിയയിൽ നടത്തിയ അഭിമുഖ സംഭാഷണം. ഇപ്പോൾ ഒരാൾ കയറി വന്നത് ധ്യാനം കൂടിയ ആളാണോ, എന്തെങ്കിലും ആളാണോ? എവിടെ കൂടി? എന്ന് കൂടി? എന്താ പേര്? ആളെന്ന് പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളോട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.
കാനോനിക്ക ബർത്താസ് എന്ന വൈദികൻ. അങ്ങനെ ആരാണെന്ന് വെച്ചാൽ കാനോനിക ഫാദർ ബർത്താസ് എന്ന് പറഞ്ഞാൽ ഫാത്തിമ സന്ദേശങ്ങൾ പഠിക്കാനായിട്ട് വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി നിയമിച്ച കമ്മീഷനെയാണ് കാനോനിക്ക എന്ന് പറയുന്നത്. ആ കമ്മീഷനെ പ്രതിനിധീകരിച്ച് വന്ന ഫാദർ ബർത്താസിൻ്റെ നടത്തിയ സിസ്റ്റർ ലൂസിയുമായി നടത്തിയ അഭിമുഖം ഫാദർ ഷൈഗൻ ഒരു ആസ്ട്രിയൻ വൈദികനാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം 1952 അദ്ദേഹം സിസ്റ്റർ ലൂസിയുമായി നടത്തിയ അഭിമുഖം. നമ്മൾ പഠിച്ച രേഖകളാണ് ഈ പറയുന്നത്. ആയിരത്തി 1958 ഡിസംബർ 26 ഫ്രാൻസിസിൻ്റെയും ജസീന്തയുടെയും നാമകരണ പരിപാടികളുടെ പോസ്റ്റുലേറ്റർ ആയിരുന്ന ഫാദർ അഗസ്റ്റിൻ ഫുവന്തസുമായുള്ള അഭിമുഖ സംഭാഷണങ്ങൾ. The third secret in English, the fourth secret of Fatima, ഒരു ഇറ്റാലിയൻ റൈറ്റർ, കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയുടെ ആത്മാർത്ഥമായ പഠനങ്ങൾ ആണ്. ഇതെല്ലാം കൂലങ്കഷമായി അന്വേഷിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ് ഫോർത്ത് സീക്രട്ട് ഓഫ് ഫാത്തിമ. അതെന്ന് വെച്ചാൽ വെളിപ്പെടുത്താത്ത മൂന്നാം രഹസ്യം. 1991 മെയ് 14 ഫാദർ ലൂയിജി ബാങ്കി മോൺസിഞ്ഞോർ ഹിലിക്ക കൂടെ കോയിംബ്രായിൽ സിസ്റ്റർ ലൂസി ഉണ്ടായിരുന്ന കോൺവെന്റിൽ കർമ്മലീത്ത മഠത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയ ഫാദർ ലൂയിജി തേർഡ് സീക്രട്ട് ഓഫ് ഫാത്തിമ എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം റെഡിയാക്കിയിട്ടാണ് കോയംബ്രയിൽ പോയി ഈ കുർബാന അർപ്പിച്ചത്. ആ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ എഴുതിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ലൂസി കൊടുത്ത മൗനസമ്മതം. പ്രൈസ് ദി ലോർഡ്. മൗനസമ്മതത്തിൻ്റെ കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതുപോലെ ഒട്ടനേകം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, വാലിഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഞാനത് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇത് വെറുതെ അവരുടെയും ഇവരുടെയും അല്ലെങ്കിൽ എന്താ പറയുക ടോം ഡിക്ക് ആൻഡ് ഹാരിയുടെ ഡോക്യുമെൻറ്റ്സോ അഭിമുഖങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാം, നമ്മൾ 1-2 ഭാഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. പരിശുദ്ധാമ്മ യുഗാന്തം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ട് 102-ാം വാർഷികമാണ്. 102nd ആനിവേഴ്സറി ഓഫ് ഫാത്തിമ പാരിഷൻസ്, ഒക്ടോബർ 13. 1960 മാത്രം തുറക്കാൻ പറഞ്ഞ മൂന്നാം രഹസ്യം ഒരു വർഷത്തിന് മുമ്പ് തന്നെ 1959 ജോൺ പോൾ 23-ാമൻ മാർപ്പാപ്പ അത് തുറന്ന് വായിക്കുകയും, ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാ തുറക്കാൻ പറഞ്ഞേക്കണേ? 60. പക്ഷെ തുറന്നതെന്നാ 59 തുറന്ന് വായിച്ച് അടച്ച് മുദ്ര ഈ രഹസ്യം താൻ വെളിപ്പെടുത്തുകയില്ലെന്നും തൻ്റെ പിൻഗാമികളോടും അത് വെളിപ്പെടുത്തരുതെന്നും എന്ന് നിർദ്ദേശിച്ചു. ഇതൊക്കെ ഒഫീഷ്യൽ റെക്കോർഡ്സുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും ഞാൻ തരുന്ന രേഖകൾ പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു, ഇത് ഒരിക്കലും ഒഫീഷ്യലി വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ വിലക്ക് വരുന്നതിന് മുമ്പ് സിസ്റ്റർ ലൂസിയായോട് പലരും ഇതേക്കുറിച്ച് എന്ത് നടത്തിയിട്ടുണ്ട്? ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്. ആ രേഖകളെല്ലാം കണ്ടെത്തിയാണ് എന്താണ് വെളിപ്പെടുത്താത്ത രഹസ്യമെന്ന്
നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതെല്ലാം ഒതന്റിക് രേഖകളാണ്. പ്രൈസ്. അങ്ങനെ വെറുതെ ചില്ലറ ആൾക്കാരല്ല. ഇപ്പം കർദിനാൾ പേച്ചെല്ലി അല്ലെങ്കിൽ എവിജിനോ എന്ന് പറഞ്ഞാൽ പാന്നാമ്പീസ് മാർപ്പാപ്പ സിസ്റ്റർ ലൂസിയയുടെ അടുത്ത് പറഞ്ഞു വിട്ട് ഉണ്ടായ അഭിമുഖ സംഭാഷണത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വായിച്ചിട്ട് ആ കവറിൻ്റെ മുകളിൽ എഴുതി വെച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒരു വിധിയും പ്രസ്താവിക്കുന്നില്ല. ആ കവറിൻ്റെ മുകളിൽ എഴുതുകയും ചെയ്തു. 1960 ഫെബ്രുവരി 8 ANI ന്യൂസ് ഏജൻസിയാണ് പുറത്തുവിട്ട വാർത്ത. തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. 60-ലാണ് റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ റിലീസ് ചെയ്യേണ്ട ഏജൻസി റിലീസ് ചെയ്തത് എന്താ? ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. കാരണം വത്തിക്കാനിലെ ഒരു രഹസ്യം പുറത്തുവിട്ട ഈ വാർത്ത ഫാത്തിമയിലെ 3 ഇടയിൽ ലഭിച്ച സന്ദേശങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഒരിക്കലും വന്നിട്ടില്ല, ഒഫീഷ്യലായിട്ട് വെളിപ്പെടുത്തിയിട്ടുമില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും നിങ്ങളും. തൻ്റെ തന്നെ സഹകാരികളായ പുരോഗമനവാദികളുടെ താല്പര്യങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തിരുസഭയെ ഞങ്ങൾ തന്നെ നവീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. മാർപ്പാപ്പ ഇത് വായിച്ചത് പുരോഗമനവാദികളായ കൂട്ടാളികളോടും അടുത്ത മാർപ്പാപ്പയാക്കാൻ പോകുന്ന ആളോടും കൂടെയാണ്. ഈ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച്, കാനൻ ലോ അനുസരിച്ച്, ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ക്യാൻവാസിങ്ങോ ഒരു ഫോൺ വിളി പോലും ചെയ്താൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാണ്, ഇൻവാലിഡ്. അങ്ങനെയുള്ള ഒരു കത്തോലിക്ക സഭയുടെ ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ വിവരമുള്ളവർക്ക് അരോചകമായി തോന്നിയേക്കാം. കാരണം മാർപ്പാപ്പ, ഇപ്പോൾ ഉള്ള മാർപ്പാപ്പ അടുത്ത മാർപ്പാപ്പ ആവാനുള്ള ഒരാളെ എഴുതിയണോ? സ്റ്റേറ്റ്മെന്റ് കണ്ടോ? മാർപ്പാപ്പയാകാൻ പോകുന്ന ആളോടും കൂടിയാണ് മൂന്നാം രഹസ്യത്തിലെ വെളിപാടുകളെ വായിച്ചത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിനെ പറഞ്ഞു, അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അത് വെളിപ്പെടുത്തുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു ശകലം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വെളിപാടുകളെ ദൈവിക ഇടപെടലുകളായോ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. കണ്ടോ? 70,000 ആൾക്കാരുടെ മുമ്പിൽ 6ാമത്തെ ദർശനത്തിൽ മാതാവ് അത്രയ്ക്കും അസാധാരണമായ അടയാളങ്ങളോടും തെളിവുകളോടും കൂടെ ഒരു വെളിപ്പെടുത്തിയിട്ടും സഭ അംഗീകരിച്ചതുമായ സന്ദേശത്തെ വിശ്വസിക്കാൻ ആർക്ക് സാധിച്ചില്ല? 23ാമൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചില്ല. അതിനെ തുടർന്ന് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അത് നിഗൂഢമായ എന്തോ രഹസ്യ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതൊന്നും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഭാഷയൊന്നല്ല എന്ന് അഭിപ്രായം പറഞ്ഞ് അത് വാങ്ങിച്ചു. ഇതിനെ തുടർന്ന് സിസ്റ്റർ ലൂസിയയ്ക്ക് വത്തിക്കാനിൽ നിന്നും കനത്ത വിലക്ക് ഏർപ്പെടുത്തി. ഇതുവരെ ലോകം കണ്ട പരിഷ്കൃത ലോകത്ത് ഒരു കുറ്റവാളിക്ക് പോലും നൽകാത്ത 45 years ഓഫ് ഹൗസ് ഇംപ്രിസൺമെൻറ്റ്. 45 വർഷം 2005 ഫെബ്രുവരി 15 മരിക്കുന്നത് വരെ ലൂസിയയ്ക്ക് ഒരാളെ സ്വതന്ത്രമായി കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. വത്തിക്കാനിൽ നിയോഗിക്കുന്ന വ്യക്തിയോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മാതാവ് പറയുന്ന കാര്യങ്ങൾ ആ പ്രതിനിധിയോട് മാത്രമേ പറയാൻ പാടുള്ളൂ. കോൺവെന്റിലുള്ള ഒരു സിസ്റ്ററോട് പോലും പറയാൻ പാടില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിക്കാൻ കൃപയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ അത്ര കഠിനമായ വീട്ടുതടങ്കലിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഫാത്തിമ രഹസ്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വെളിപ്പെടുത്താത്ത രഹസ്യത്തിൻ്റെ ഗൗരവം ചെറുതായിട്ട് മനസ്സിലാവുണ്ടോ അല്ലേ? മാതാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും വത്തിക്കാനെ മാത്രമേ അറിയിക്കാവൂ എന്നാണ് നിർദ്ദേശം. ഒരാളോടും മിണ്ടാൻ പാടില്ല. തൻ്റെ സ്പിരിച്വൽ ഡയറക്ടറോ ഒരാളോടും ഒരു കാര്യം ഒരാൾക്ക് പോയി കാണാനും എന്തില്ല, അനുവാദമില്ല.
അവസാനം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫാത്തിമ മൂന്നാം രഹസ്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്, അല്ലേ? അത് മനസ്സിലായോ? അവസാനം 2000 ഫാത്തിമ മൂന്നാം രഹസ്യം പുറത്തുവിട്ടു എങ്കിലും അതിൽ മാതാവ് പറഞ്ഞ സന്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, അതായത് ഈ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന, തിരുസഭയെ ബാധിക്കുന്ന, നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ലൂസി എഴുതിയതിൽ നിന്നും വ്യത്യസ്തമാക്കി മാറി എഴുതിയ ഒരു കൃത്രിമ സന്ദേശമായിരുന്നു അത് എന്നാണ് പഠനങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നത്. സത്യത്തിൽ ഫാത്തിമ രഹസ്യം വായിച്ചവരും മറ്റു പല പ്രത്യേക സാഹചര്യത്തിൽ വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ സിസ്റ്റർ ലൂസിയയുമായി സംഭാഷണം നടത്തിയിട്ടുള്ളവരും പറയുന്നത് ഇനിയും വെളിപ്പെടുത്താത്ത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. ഈ സാക്ഷ്യങ്ങൾ നൽകിയവരിൽ മാർപ്പാപ്പമാരും കർദിനാൾമാരും വൈദികരും ചരിത്രകാരന്മാരും എഴുത്തുകാരന്മാരും ഉൾപ്പെടുന്നു. അതായത് ഇതിനകത്ത് മൂന്നാം രഹസ്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മാർപ്പാപ്പയും പെടുന്നുണ്ട്, കർദിനാൾമാരും ഉണ്ട്, വൈദികരും ഉണ്ട്, എഴുത്തുകാരും ഉണ്ട്. അത് അവരുടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോകണം. വെളിപ്പെടുത്തിയത് തികച്ചും മാനുഷിക ബുദ്ധിയിൽ രൂപം കൊണ്ട ആശയങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. നീണ്ട 40 വർഷത്തെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇവിടെ തകർന്ന് തരിപ്പണമായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഫാത്തിമ സന്ദേശത്തിൻ്റെ പ്രശസ്തി? എന്താണ് അതിൻ്റെ പ്രസക്തി? നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മിശിഹ സംഭവമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവപുത്രൻ, ദൈവവചനം, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി അവതരിച്ച സംഭവം, അതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുത്. മുൻകൂട്ടി പ്രവചിച്ചതിനനുസരിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ച മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചത് മാനവ ചരിത്രത്തെ തന്നെ BC AD എന്ന വിഭജിച്ചു. നമ്മൾ കേട്ടതാണ് ഇത് ക്ലാസ്സുകളിലെല്ലാം, അല്ലേ? അതിലൂടെ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് കൂട്ടിയിണക്കുകയും ദൈവം മനുഷ്യനായതോടെ മനുഷ്യന് ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും അവൻ്റെ പാപമൂലം അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ലഭിക്കുന്നതിനുള്ള സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. ഇതാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ? 1917 ഫാത്തിമ സംഭവം മിശിഹ സംഭവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടതാണ്, ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മിശിഹ സംഭവത്തിന് തത്തുല്യമായോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത് മുഴുവനായിട്ട് ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി അപ്ഡേഷൻ ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ കേട്ട് പ്രബുദ്ധരായിരിക്കുന്നവരാണ്, അല്ലേ? പരിശുദ്ധ ദേവമാതാവ് വെളിപാട് 12:1 പറയുന്നത് പോലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയായിട്ടാണ് ഫാത്തിമയിലെ ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ് എന്ന 3 ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷമായത്. 1914 ഒന്നാം ലോകമായത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ജനം മുഴുവനും ഭീതിയുടെ നിഴലിൽ ഇതോടുകൂടി ലോകം അവസാനിക്കും എന്ന് ഭയപ്പെട്ട അവസരത്തിലാണ് 1917 മെയ് 13 പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ട് മാതാവ് പറഞ്ഞു, യുദ്ധം അവസാനിക്കും, താൽക്കാലിക സമാധാനം കൈവരും, അതിനായി ധാരാളം ജപമാല ചൊല്ലുക, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക, സഹനങ്ങൾ സ്വീകരിച്ച് സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞതനുസരിച്ച് കുട്ടികൾ പരിത്യാഗം ചെയ്ത് സഹനങ്ങൾ സ്വീകരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി യുദ്ധം അവസാനിച്ചു. അമ്മ പറഞ്ഞു, റഷ്യ ഉടൻ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ റഷ്യ തൻ്റെ തെറ്റുകൾ ലോകം മുഴുവൻ പടർത്തും. അതായത് കമ്മ്യൂണിസം, അബോർഷൻ നിയമാനുസൃതമാക്കുക എന്നിവ നിരീശ്വരവാദം ലോകം മുഴുവൻ കത്തിപ്പടരും. പീയൂസ് 13 മാർപ്പാപ്പ എന്ന പേരിലുള്ള ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടും. റഷ്യയെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ 11 പീയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് 2ാം ലോകമായുധം പൊട്ടി പുറപ്പെടും.
ആ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആകാശത്തിൽ ഒരു വലിയ പ്രകാശം ഉണ്ടായിരിക്കും. അതായിരിക്കും അതിൻ്റെ അടയാളം. അങ്ങനെ 1939 ഇതെല്ലാം സംഭവിച്ചു. കുട്ടികൾ മാതാവിനോട് ചോദിച്ചു, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം മാതാവിൻ്റെ കൈകളിങ്ങനെ പിടിച്ചു. മാതാവിൻ്റെ കൈകളിൽ നിന്നും എന്താ പറയുക, ലേസർ ബീം പോകുന്നത് പോലെ കിരണങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആ ഭൂമിയിലെ ആ ഭാഗം തുരത്തപ്പെട്ടു. തുറന്ന് അവസാനം എന്തായി? നരകം കാണാറായി. കുഞ്ഞുമക്കളെ നരകം കാണിച്ചു കൊടുത്തു. കാരണം ലോകത്തിലുള്ള ആൾക്കാർ, സുഖസൗകര്യത്തിൽ ജീവിക്കുന്നവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ കോഴിയും പന്നി ഒരുമിച്ച് തിന്നുമ്പോൾ സ്വർഗം, മുളക് ചമ്മന്തിയും കഞ്ഞി കുടിക്കുമ്പോൾ നരകം, ടിവിയും ചാനലും കാണുമ്പോൾ സ്വർഗം, റേഡിയോ വെച്ച് കേൾക്കുമ്പോൾ നരകം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെക്കുറിച്ചുള്ള നരകം. നമ്മൾ സുഖിച്ച് ജീവിക്കുന്നത് സ്വർഗവും ദുഃഖത്തിൽ ജീവിക്കുന്നത് നരകവുമായിട്ടാണ് ഇന്നും ഒരു പരിധിവരെ എല്ലാവരും മനസ്സിലാക്കുന്നത്. സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ് എന്നാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ഇവിടെ ഇരിക്കുന്നവർക്കും ഒരു പക്ഷേ ഒരു പരിധിവരെ കാഴ്ചപ്പാട് കാണുമായിരിക്കാം അല്ലേ? ഞാൻ ചോദിക്കണില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ മാതാവ് അവിടെ അവർക്ക് നരകം കാണിച്ചു കൊടുത്തു. റഷ്യയെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ല. രണ്ടാം ലോകമായുധം നടന്നു. അത് മാതാവ് അവിടെ വളരെ മനോഹരമായ ഒരു കാര്യം അവിടെ കൂട്ടിച്ചേർത്ത് നമ്മൾ കണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സുകളിൽ അത് ശ്രദ്ധിച്ചതാണ്. പരിശുദ്ധ ദേവമാതാവിനെ അനുസരിക്കാതിരിക്കുന്നത് 1957 പരിശുദ്ധാത്മാവിന് എതിരെ ചെയ്യുന്ന പാപമാണ് എന്ന് 1957 ഡിസംബർ 26 12ാം പീയൂസ് മാർപ്പാപ്പയാൽ അയക്കപ്പെട്ട പ്രതിനിധിയായ ഫാദർ അഗസ്റ്റിൻ ഫുവന്തസിനോട് മിസ്റ്റർ ലൂസിയ പറഞ്ഞു. ലൈറിയയിലെ സഹായമെത്രാന്മാരുടെയും കോയിംബ്രയിലെ, രണ്ടും ഫാത്തിമയിലുള്ള രൂപതകളാണ്, കോയിംബ്രയിലെ 2 മെത്രാന്മാരുടെയും പോർച്ചുഗലിലെ വത്തിക്കാൻ പ്രതിനിധിയുടെയും സാന്നിധ്യത്തിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ഏത് സ്ഥിരീകരിച്ചത്? പരിശുദ്ധ മാതാവിൻ്റെ സന്ദേശം, പ്രത്യേകിച്ച് 3-ാം രഹസ്യം അനുസരിക്കാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. പരിശുദ്ധാത്മാവിനുള്ള എതിരായിട്ടുള്ള പാപം ബൈബിളിൽ പറയുന്നത് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പഠിച്ചതാണ്. തനത് വിധിയിലും അന്ത്യവിധിയിലും അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ നരകത്തിലെ സീറ്റ് ഉറപ്പാണ് എന്നാണ് അർത്ഥം. പലരും നരകത്തിൽ നിന്നും ആൾക്കാരെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാവം നിങ്ങളിലും പലരും വേണമെങ്കിൽ നരകത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടക്കണ്ടാവും. വൃഥാവിലാണ് നിങ്ങളുടെ അധ്വാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 10 വരെ 6 പ്രത്യക്ഷീകരണങ്ങളിലാണ് മാതാവ് കുട്ടികൾക്ക് സന്ദേശം നൽകിയത്. എന്നിട്ടും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ അവർ മാതാവിൻ്റെ വാക്കുകൾ തിരസ്കരിച്ചു. ഒന്ന്, റഷ്യയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചില്ല. ഇന്നുവരെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച 2 മാർപ്പാപ്പന്മാരെ, ജോൺ പോൾ രണ്ടാമനെയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും തടയുകയും ചെയ്തു. രാഷ്ട്രീയമായ മിലിറ്ററി ശക്തിയും വരെ ഉപയോഗിച്ച് അവർ തടഞ്ഞു. 60 വെളിപ്പെടുത്താൻ പറഞ്ഞ രഹസ്യം വെളിപ്പെടുത്തിയില്ല. 2000 വെളിപ്പെടുത്തിയതും അത് കൃത്രിമമായി എഴുതിയുണ്ടാക്കിയതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 1981 അലി ആഘ എന്ന ഒരു വാടക കൊലയാളി, ഒരു വ്യക്തി, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിവെച്ചതിന് ശേഷം ചികിത്സയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 82
ഇതിനെ വീണ്ടും മാർപ്പാപ്പ തർജ്ജമ ചെയ്യിച്ചു. ഇതിനെ മൂന്നാരേസ്യത്തെ. ഈ മൂന്നാരേസ്യത്തെക്കുറിച്ച് സിസ്റ്റർ ലൂസിയ വളരെ വ്യക്തമായും കൃത്യമായും മാതാവ് പറഞ്ഞിട്ടുള്ളത്, ഈ തേർഡ് സീക്രട്ട് എന്ന കവറ് മാർപ്പാപ്പയ്ക്ക് മാത്രം തുറക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി അധികാരമുള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും മാർപ്പാപ്പയ്ക്കായിരിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിനുള്ള ഉത്തരവാദിത്വം, അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ആർക്ക് തന്നെയാണ്? മാർപ്പാപ്പയ്ക്ക് തന്നെയാണെന്ന് സന്ദേശത്തിൽ മാതാവ് സിസ്റ്റർ ലൂസിയയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1982 രണ്ടാമത് തർജ്ജമ ചെയ്ത സമയത്ത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ബർത്തോൺ ആയിരുന്ന സമയത്ത് ചോദിക്കുകയാണ് സിസ്റ്റർ ലൂസിയയോട്, ഇതിലെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റില്ലെന്ന്. അത് പറഞ്ഞ കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് മറുപടി പറയുക സിസ്റ്റർ ലൂസി വളരെ രസകരമായ മറുപടിയാണ് പറയുക. അപ്പോൾ സിസ്റ്റർ ലൂസി പറഞ്ഞത്, അത് ഈ 82 തർജ്ജമ ചെയ്ത് വായിച്ചത് എന്തല്ല, ഒറിജിനൽ സന്ദേശത്തിൻ്റെ പകർപ്പല്ല. അതിൻ്റെ കൂടെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് പറഞ്ഞു, ഈ സന്ദേശത്തിൻ്റെ അന്തിമ സംഭവങ്ങൾ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ, ദ കൺസ്യൂമേഷൻ ഓഫ് ദ എൻഡ് ഓഫ് ദ തേർഡ് സീക്രട്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പൂർത്തീകരണത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉത്തരമാണ് പറഞ്ഞത്. മൂന്നാരേസ്യത്തിൽ ലോകത്തിന് അജ്ഞാതമായി വെളിപ്പെടുത്താത്ത സന്ദേശങ്ങളെയാണ് നമ്മൾ ഇവിടെ അനാവരണം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. വത്തിക്കാൻ.org വെളിപ്പെടുത്തിയ, അതായത് അനുസരിച്ച്, അതിനകത്ത് ഒരു സംഭവമാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. പരിശുദ്ധ ദേവമാതാവ് തങ്ങളെ കാണിച്ചു തന്ന ദർശനത്തെപ്പറ്റി മക്കൾ ഇങ്ങനെ പറയുന്നു. മക്കൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ലൂസി ജസിന്ത ഫ്രാൻസിസ്. കോട്ട്: ഒരു മാലാഖ ഇടത്ത് കൈയിൽ അഗ്നി കൊണ്ടുള്ള ഒരു വാൾ പിടിച്ചിരിക്കുന്നതും അതിൽ നിന്നും തീജ്വാലകൾ ഭൂമിയെ മുഴുവൻ ദഹിപ്പിക്കുന്നതിനു വേണ്ടി പായുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ വലത് കൈയിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശം മാലാഖയുടെ നേരെ അയച്ച് അതിനെ തടഞ്ഞു. അപ്പോൾ ആ മാലാഖ തൻ്റെ വലത് കൈ ഭൂമിയിലേക്ക് നീട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പരിത്യാഗം, 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 പെനൻസ്, പെനൻസ്, പെനൻസ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. പരിശുദ്ധ പിതാവിനെ പോലെ തോന്നിക്കുന്ന വെള്ളവസ്ത്രധാരിയായ ഒരു ബിഷപ്പും, എന്ന് വെച്ചാൽ മാർപ്പാപ്പയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റനേകം ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും ചേർന്ന് കുത്തനെയുള്ള ഒരു മല കയറുന്നത് കണ്ടു. ഇപ്പോൾ ഈ കുത്തനെയുള്ള മല കയറുന്നത് കണ്ടപ്പോൾ ഈ പിള്ളേർ കണ്ട കാര്യം എൻ്റെ മനസ്സിൽ വ്യക്തമായി ഓർമ്മ വന്നു. ആ കുന്നിൻ്റെ മുകളിലായി ചെരിഞ്ഞിരിക്കും പോലെയുള്ള ഒരു വലിയ കുരിശ്, മരക്കുരിശുണ്ടായിരുന്നു. ആദ്യം അവിടെ എത്തിയത് പരിശുദ്ധ പിതാവാണ്. അദ്ദേഹമാവട്ടെ ആക്രമിച്ച് പകുതി നശിപ്പിക്കപ്പെട്ട ഒരു നഗരത്തിലൂടെ, ശവശരീരങ്ങൾ നിറഞ്ഞ ഒരു നഗരത്തിലൂടെ കടന്നാണ് അവിടെ എത്തിയത്. പോകുന്ന വഴിക്ക് മരിച്ചു കിടക്കുന്ന ആത്മാക്കളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വെച്ച് ഇടറുന്ന പാദങ്ങളോടെയാണ് ആ നഗരത്തിലൂടെ കടന്നു പോകുന്നത്. മാത്രമല്ല, മലമുകളിൽ എത്തിയപ്പോൾ അദ്ദേഹം ആ വലിയ കുരിശിൻ്റെ പാദത്തിൽ മുട്ടിന്മേൽ വീണു. അപ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാർ അദ്ദേഹത്തെ വെടിവെച്ചും അമ്പെയ്തും കൊന്നു എന്നാണ് എഴുതിയത്. The soldiers killed by their rifles and arrows. വെടിവെച്ചും അമ്പെയ്തും
കൊന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. vatican.org ഉള്ള മെസ്സേജാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതിനുശേഷം അനേകം ബിഷപ്പ്മാരും വൈദികരും സന്യസ്തരും ധാരാളം സ്ത്രീകളും വിവിധ ശ്രേണികളിലുള്ള ആത്മായരും വധിക്കപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊരു കാര്യം സംഭവിച്ചോ? ഇതുവരെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചോ? ഉറപ്പാണോ? കണ്ണ് തുറന്നിരിക്കുന്നത് മറുപടി പറഞ്ഞാൽ മതി. കാത് തുറന്നിരിക്കുന്നവരും വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് അവബോധമുള്ളവരും നോക്കിയിരിക്കുന്നവരും പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ട മറ്റൊരു ദൃശ്യം ഇതാണ്. കുരിശിൻ്റെ വിരിച്ച 2 കൈകളുടെയും അടിയിൽ 2 മാലാഖമാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ സ്ഫടികം കൊണ്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഓരോ പാത്രങ്ങളും ഉണ്ടായിരുന്നു. അവർ അതിൽ രക്തസാക്ഷികളുടെ രക്തം ശേഖരിക്കുകയും ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കഴുകുകയും ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇതിൻ്റെ പിന്നീടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഈ രഹസ്യം വെളിപ്പെടുത്തിയത്. 1981 മെയ് 13 മുഹമ്മദ് അലി അഖ എന്ന ഒരു വാടക കൊലയാളിയുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന് വെടിയേറ്റു. ആർക്ക്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എത്ര പേര് വെടിവെച്ചു? എത്ര പേര് വെടിവെച്ചു? നേരത്തെ വായിച്ചതിൽ എത്ര പേരെ വെടിവെച്ചത്? പട്ടാളക്കാർ അല്ലേ? ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് സംഭവിച്ച ആരാ വെടിവെച്ചത്? അലി ആഖ എന്ന വാടക കൊലയാളി. ജയിലിലുണ്ട്. വേണമെങ്കിൽ അങ്ങേരോട് പോയി ചോദിക്കാം. അങ്ങേർക്ക് കാര്യങ്ങൾ സത്യം അറിയാം. നിങ്ങളെക്കാളും നമ്മളെക്കാളൊക്കെ വളരെ ബെറ്ററായിട്ട് അങ്ങേർക്ക് കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2000 അയാൾ ജയിലിൽ നിന്നും വത്തിക്കാനെങ്കിൽ ലെറ്റർ എഴുതി. മൂന്നാരേസ് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാനിത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങേർക്ക് അറിയണത്ര കാര്യം നമുക്കറിയില്ല എന്ന് ഉറപ്പല്ലേ? അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ ഇതിൻ്റെ വിശകലനം. അത് ഫാത്തിമയിലെ മൂന്നാരേസ്യത്തിൽ ഇടയക്കുട്ടികൾ കണ്ട മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നിർബന്ധമായി നമ്മളോട് പറഞ്ഞു. എന്ത്? 81 ഈ വധശ്രമം കൊണ്ട് മൂന്നാരേസ്യം തീർന്നു. ഇത് തന്നെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആണോ? വധശ്രമം നടക്കുന്നതാണോ കുട്ടികൾ കണ്ടത്? ആണോ? വധിച്ചു എന്നല്ലേ? ആണോ അല്ലേ? അത് മാർപ്പാപ്പേനെ നമ്മൾ പഠിക്കുകയാണ്. പ്രവചനം. കുട്ടികൾ കണ്ടത് കൊല്ലപ്പെട്ട മാർപ്പാപ്പയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ഇവിടെ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റുള്ളൂ. വധശ്രമം മാത്രമേ നടന്നിട്ടുള്ളൂ. 2. പ്രവചനം. പട്ടാളക്കാരാണ് അമ്പെയ്തും വെടിവെച്ചും പോപ്പിനെ കൊല്ലുന്നത്. എന്നാൽ ഇവിടെ മുഹമ്മദ് അലി 81 നടന്നത് മുഹമ്മദ് അലി ആഖ എന്ന ഒരാൾ മാത്രം ഒരു വെടി പൊട്ടിച്ചു. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? അടുത്ത്. പ്രവചനത്തിന് ശേഷം അനേകം ബിഷപ്പ്മാരും വൈദികരും സന്യസ്തരും വിവിധ ശ്രേണികളിലുള്ള ആത്മായരും വധിക്കപ്പെട്ടു. അങ്ങനൊരു കാര്യം 81 നടന്നിട്ടില്ല. ജോൺ പോൾ മാർപ്പാപ്പനെ വെടിവെച്ചപ്പോൾ ബിഷപ്പ്മാരും സന്യസ്തരും ആത്മായരും കൊല്ലപ്പെട്ടോ? കൊല്ലപ്പെട്ടോ? ഇല്ല. അടുത്തത്. പ്രവചനം ആക്രമിച്ച് പകുതി നശിപ്പിക്കപ്പെട്ട ശവശരീരങ്ങൾ നിറഞ്ഞ നഗരത്തിലൂടെയാണ് കടന്നത്. അവിടെ എത്തിയതും ഇങ്ങനെ ഒരു കാര്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വധശ്രമം ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും, ഒരു പട്ടണം മുഴുവൻ നശിപ്പിച്ച ഒരു അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണെന്ന് ഈ ഒറ്റ വിശകലനത്തിൽ തന്നെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഇത് സംഭവിക്കാനുള്ള കാര്യമാണ്. ഇത് ആദ്യം സമീപസ്ഥമായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ കാലത്ത് തന്നെ സംഭവിക്കും. ഇതിൽ നിന്നും ഇതിൻ്റെ കൃത്രിമത്വവും അതിൽ സംഭവിക്കാനുള്ളതാണെന്നും വളരെ വ്യക്തമാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ഇത് സംഭവിക്കാനുള്ള കാര്യമാണ്. അതാണ് നിങ്ങളുടെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ഉന്നതസ്ഥാനീയനായ ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലായോ? ജ്ഞാനമുള്ളവൻ മനസ്സിലാക്കട്ടെ. പലരും എന്നോട് ചോദിക്കാറുണ്ട് അവരാണോ ഇവരാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവരാണോ അവരാണോ?
ഒരാൾ മതിൽ കെട്ടിപ്പോൾ അവനാണോ എന്ന് ചോദിക്കും, ഇവൻ വാളെടുത്താൽ ഇവനാണോ എന്ന് ചോദിക്കും, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ടും ജ്ഞാനമുള്ളവർക്ക് മനസ്സിലാക്കാം, അല്ലേ? (2017) കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു മാധ്യമത്തിൽ ഫാത്തിമ രഹസ്യത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞു എന്ന് ഒരു സപ്ലിമെൻ്റ് വരെ അടിച്ചിറക്കി കേരളത്തിലെ ഉള്ള ആൾക്കാരെ മുഴുവൻ വധശ്രമത്തോടുകൂടി മൂന്നാം രഹസ്യത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ അന്ന് തന്നെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന്. ശുദ്ധ ബോഷത്തരാണ് എഴുതിയിരിക്കുന്നത്. 4 പേജ് സപ്ലിമെൻ്റ് ഇറക്കി. ഈ ഫാത്തിമ രഹസ്യത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ വായിച്ചിട്ടും ഒരാളും, ഞാൻ പറഞ്ഞായിരുന്നു അന്ന് തന്നെ, അല്ലേ, ഓർമ്മയുണ്ടോ? ഇതിന് നമുക്ക് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിലും അന്ന് ഈ കാര്യങ്ങൾ വ്യക്തവും കൃത്യമായി പഠിച്ച് അത് ഒരുങ്ങാനും നമ്മൾ ഈ വിമലഹൃദയ മക്കളെ പ്രതിഷ്ഠ നടത്താനുള്ള ബത്തപ്പാടിലും ഓട്ടത്തിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 മെയ് 13 ഫാത്തിമയിൽ പോയി അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. 2010 മെയ് 13 ബെനഡിക്ട് 16 മാർപ്പാപ്പ ഫാത്തിമയിൽ നടത്തിയ സന്ദർശനത്തിനിടയിൽ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ വധശ്രമത്തോടുകൂടി ഫാത്തിമ സന്ദേശങ്ങളുടെ പ്രശസ്തി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് ഒരുതരം വ്യാമോഹവും അതിനേക്കാൾ ഉപരിയായി സെൽഫ് ഡിസെപ്ഷൻ, ആത്മവഞ്ചനയുമാണെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. എന്നുവെച്ചാൽ വധശ്രമത്തോടുകൂടി ഫാത്തിമ സന്ദേശത്തിൻ്റെ പ്രസക്തി ഒന്നും കഴിഞ്ഞിട്ടില്ല, അതിനി സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. വീണ്ടും പോപ്പ് ബെനഡിക്റ്റ് ഇതേക്കുറിച്ച് തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: അഗസ്ത എന്ന് പറഞ്ഞാൽ അഗസ്ത ഡയസിസ് ബിഷപ്പായിരുന്ന ജോസഫ് സ്റ്റിംഫ്ലെയുടെ സെക്രട്ടറി ആയിരുന്ന 1954 ജൂലൈ 25 വൈദിക പട്ടം സ്വീകരിച്ച ഇൻഗോ ഡ്വില്ലിങ്ങർ, അവരുടെ പേരുകളൊക്കെ ഡ്വില്ലിങ്ങർ അദ്ദേഹം പോപ്പിൻ്റെ ബെനഡിക്റ്റിൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. മാത്രമല്ല ഫാദർ ഇൻഗോ ഡ്വില്ലിങ്ങറിൻ്റെ കൊമ്മസാരക്കാരൻ വിശുദ്ധ പാദ്രെ പിയോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് മൈക്ക് ഹിക്സൺ എന്ന 1 പീറ്റർ 5 എന്ന പ്രസിദ്ധീകരണത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അഭിമുഖത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2000 ആണ്ടിൽ ഫത്തിമയിലെ മൂന്നാം രഹസ്യം വെളിപ്പെടുത്തി അധികം താമസിയാതെ തന്നെ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ, 2000 കർദിനാൾ റാറ്റ്സിംഗർ മാർപ്പാപ്പ ആയിട്ടില്ല, എന്നാ ഇത് 2005. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ ഇനിയും വെളിപ്പെടുത്താത്ത ഒരു ഭാഗം കൂടെയുണ്ട്. മാത്രമല്ല മൂന്നാം രഹസ്യം മുഴുവനും ഫാത്തിമ വത്തിക്കാനിൽ നിന്നും പുറത്തു വിട്ടിട്ടില്ല. മൂന്നാം രഹസ്യത്തിലെ പുറത്തു വിടാതെ മറച്ചുവെച്ച ഭാഗത്ത് ഉടൻ തന്നെ നടക്കാനിരിക്കുന്ന തിരുസഭയെ തകർക്കുന്ന ഒരു സൂനോദോസിനെ കുറിച്ചും ശിഥിലമാക്കപ്പെട്ട ഒരു വിശുദ്ധ കുർബാനയെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് കർദിനാൾ റാറ്റ്സിംഗർ ഫാദർ ഇൻഗോ ഡ്വില്ലിങ്ങറോട് പറഞ്ഞ സംഭാഷണം 1 പീറ്റർ 5 എന്ന പ്രസിദ്ധീകരണത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ മൈക്ക് ഹിക്സൺ കർദിനാൾ റാറ്റ്സിംഗർ ഒരു സുഹൃത്തും കൂടിയാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ദിവസം തന്നെ ഇത് പ്രസിദ്ധീകരിക്കാൻ ഫാദർ ഇൻഗോ കർദിനാൾ റാറ്റ്സിംഗറിൽ നിന്നും പ്രത്യേക ബ്ലെസ്സിങ് വാങ്ങിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഫാദർ ഇൻഗോ ഡ്വില്ലിങ്ങറെ പ്രത്യേകമായിട്ട് കർദിനാൾ റാറ്റ്സിംഗർ അതിനുവേണ്ടി അനുവദിക്കുകയും അതിനെ ബ്ലെസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം, അതായത് സിസ്റ്റർ ലൂസിയ മൂന്നാം രഹസ്യം ബരമേൽപ്പിക്കേണ്ട സിസ്റ്റർ ലൂസിയയോട് മാതാവ് പറഞ്ഞത്
ഇതിലെ മൂന്നാം രഹസ്യം ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായ മാർപ്പാപ്പയ്ക്ക് മാത്രമേ തുറക്കാനും വായിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ഉത്തരവാദിത്തം മാർപ്പാപ്പയ്ക്ക് ആയിരിക്കുമെന്ന് മാതാവ് ലൂസിയയോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് ലൂസിയ തന്നെ പുറത്തിറക്കിയ ക്വാർത്ത മെമ്മോറിയ ഡി ലൂസിയ ഡോസ് സാൻഡോസ് ഇൻ IVI പേജ് 315 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. ലൂസിയ ഉറപ്പിച്ച് പറയുന്നു, ഈ ലൂസിയയുടെ ഞാൻ പറഞ്ഞില്ല 4 ഓർമ്മക്കുറിപ്പുകൾ, പോർത്ത മെമ്മോറിയ എന്ന് പറയുന്നത് 1, 2, 3, 4 അതിനകത്ത് ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: പോർച്ചുഗൽ എക്കാലവും സത്യവിശ്വാസ സംഹിത കാത്തു സൂക്ഷിക്കും. ഇൻ പോർച്ചുഗൽ ദ ഡോഗ്മ ഓഫ് ഫെയ്ത്ത് വിൽ ബി പ്രിസർവ്ഡ്. പക്ഷെ ഇതാണ് മൂന്നാം രഹസ്യത്തിൻ്റെ തുടക്കം. പക്ഷേ 2000 പ്രസിദ്ധീകരിച്ച ഈ വെളിപ്പെടുത്തലിൽ ഇങ്ങനെ ഒരു തുടക്കമില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് അതായത് പോർച്ചുഗലിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടും, ലോകത്തും അല്ലെങ്കിൽ പലയിടത്തും അല്ലെങ്കിൽ ലോകം മുഴുവനിലും വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. ഈ വരികൾ 2000 ആണ്ടിൽ പ്രസിദ്ധപ്പെടുത്തിയതിൽ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ ക്വാർത്ത മെമ്മോറിയ എന്ന ഉറവിടത്തിൽ നിന്നും പോർച്ചുഗൽ എന്നേക്കും വിശ്വാസ സംഹിതകളെ സംരക്ഷിക്കും എന്ന പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി തിരുസഭയുടെ അകത്തും പുറത്തും വർദ്ധിച്ചു വരുന്ന വിശ്വാസ ത്യാഗത്തിൻ്റെ അപകടങ്ങളെപ്പറ്റി നമുക്ക് പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ അവൈലബിൾ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാത്തിമയിലെ മൂന്നാം രഹസ്യം തികച്ചും തിരുസഭയെയും അതിൻ്റെ നാശത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൂനോദോസിനെയും അതിൻ്റെ പരിണിതഫലമായി ആരാധനാക്രമങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുമായിരുന്നു. ഇന്നത്തെ തിരുസഭയുടെ അവസ്ഥയിലേക്ക് നോക്കിയാൽ അതെത്ര സത്യമായിരിക്കുന്നു. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുർബാന കാണാൻ പോയാൽ പറ്റില്ല. എന്തിനു പോകണം? ബലി അർപ്പിക്കാൻ പോകണം, ബലിയിൽ പങ്കുകാരാവാൻ പോകണം, ബലി അർപ്പകനായി പോകണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാണാൻ പോയാൽ കണ്ടുപോരും. അവിടെ കാഴ്ചയ്ക്ക് പോയേക്കണതല്ലേ. മാർക്കറ്റിങ്ങിന് പോണ വഴിക്ക് കയറി കണ്ടു. എന്ത് കുർബാന കണ്ടു. കയ്യിൽ സഞ്ചി സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എവിടേക്കാണ് പോണേ? സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണ വഴിക്ക്. അപ്പോൾ ഇന്നാളൊരു ചേച്ചി പറഞ്ഞ മാതിരിയാ, എൻ്റെ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴാണ്. മേടിക്കാനുള്ള സകല സാധനങ്ങളും ഓർക്കുന്നത് എവിടെ വെച്ചാ? കാരണം പള്ളിയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയിക്കണ ബാഗൊക്കെ കൊണ്ടുപോയിണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നത് എവിടെ വെച്ചാ? ഇങ്ങനെ കുർബാന കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും സ്ഥിതി? ഒന്നും മനസ്സിലാവില്ല. കുർബാനയിൽ വരുന്ന മാറ്റങ്ങളൊന്നും. ഒരു കാര്യം, ഇവിടെ ലാറ്റിൻ റൈറ്റ്സിൽ വല്ലവരും ഉണ്ടോ? ലാറ്റിൻ റൈറ്റ്സിലുള്ള ദൈവത്തിന് സ്തുതി, 2 പേരുണ്ട്. അതായത് ലാസലൈറ്റിൽ മാതാവ് ഒരു കാര്യം പ്രവചിച്ചിരുന്നു. there will be no valid masses for a period of time in the church എന്ന് പറഞ്ഞു. ഇതേക്കുറിച്ച് ഞങ്ങൾ ഇത് എപ്പോഴും സംഭവിക്കുക, അതായത് ഇൻവാലിഡ് മാസസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഒരു 2 വർഷം മുമ്പ് ഓൾ ഓഫ് എ സഡൻ ലാറ്റിൻ മിസാല് മാറി വന്നിട്ട് പറഞ്ഞു അടുത്ത ഞായറാഴ്ച മുതൽ തന്നെ. ആ സമയത്ത് ഞാൻ കൊല്ലം ലാറ്റിൻ ഡയസിസിൽ ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ പുതിയ മിസാൽ ഉപയോഗിച്ചോളണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? സിസ്റ്റർമാരോട് പറഞ്ഞു ആ പഴയ മിസാലുകളാണ്. ഞാനതൊക്കെ വായിച്ചു, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഞാനതൊക്കെ വായിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ പഴയ മിസാൽ എന്ത് ചെയ്തു? വാങ്ങിച്ചെടുത്ത് എൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഈ പഴയ മിസാലും പുതിയ മിസാലും തമ്മിലുള്ള വ്യത്യാസം അറിയണമായിരുന്നു. മനസ്സിലാവുണ്ടോ? പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായേക്കാം.
ഇപ്പോഴുള്ള മിസാലിൻ്റെ മുമ്പുള്ള മിസാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 വർഷമായി, 2 വർഷത്തിലധികമായിരുന്നു. 2 വർഷമായി ഇല്ലേ മിസാൽ മാറിയിട്ട്? ഏകദേശം 2 വർഷമായി. നമ്മൾ അവിടെ കൊല്ലത്ത് വിമലഹൃദയ ധ്യാന സെൻറ്ററിൽ നടത്തുന്ന സമയത്ത് അതിനകത്ത് പഴയ മിസാലിൽ അതായത് ഇത് ഈ രക്തം എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. അത് ഈസ് ഇൻവാലിഡ്. പുതിയതിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കും അനേകർക്കും വേണ്ടി, അതാണ് കറക്റ്റ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതൊന്നല്ല. പറഞ്ഞു മനസ്സിലായോ? കാനോന നിയമം അനുസരിച്ച് കുദാസ വചനങ്ങൾ നോക്കി വായിക്കാനേ ഒരു വൈദികന് അനുവാദമുള്ളൂ. നിങ്ങൾ ഏത് വൈദികനോടും ചോദിച്ചു. അതുകൊണ്ട് മിസാലിൽ വലിയ അക്ഷരത്തിൽ അത് മാത്രമായിട്ട് സെപ്പറേറ്റഡ് ആ പേജിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിസാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ അക്ഷരം അത് നോക്കി വായിക്കാൻ. നമുക്കിപ്പോൾ 1 മാസം 2 മാസം ചൊല്ലി കഴിയുമ്പോൾ ഒരു വൈദികനത് ബൈഹാർട്ടാവും. എന്നാലും എന്ത് ചെയ്യാൻ പാടില്ല? കാണാതെ പറയാൻ പാടില്ല. സ്വന്തം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ആ എഴുതപ്പെട്ട വചനം മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. അച്ഛനോട് ചോദിച്ചു, മിസാലിലുള്ള കുദാശ വചനങ്ങൾ മാറ്റി അല്ലെങ്കിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയാം, ബ്രദറെ നല്ലതല്ലേ, എല്ലാവർക്കും വേണ്ടിയല്ലേ ഈശോ മരിച്ചത്. അങ്ങനെ പലതും നല്ലതുണ്ട്. എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നില്ല എന്നൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ നന്മയും നമ്മളെയൊക്കെ പറ്റിക്കുന്ന നന്മയുടെ രൂപത്തിൽ തന്നെയാണ് പിശാച് വന്നേക്കണത്. നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നത് നന്മയുടെ രൂപത്തിലാണ്. നമ്മൾ നല്ലതാണ് എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ തന്നെയാണ് അവൻ നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഒരു സത്യമാണ്. അപ്പോൾ ലാസറേറ്റിൽ മാതാവ് പറഞ്ഞ കാര്യം പൂർത്തിയായോ? ഫോർ എ പീരീഡ് ഓഫ് ടൈം ദർ വിൽ ബി നോ വാലിഡ് മാസസ് ഇൻ ദ ചർച്ച്. നടന്നോ ഇല്ലേ? നടന്നു. കുദാശ വചനങ്ങൾ മാറ്റി പറഞ്ഞാൽ അത് ഇൻവാലിഡ് മാസസ് ആയി. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുക, പിന്നെ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സീറോ മലബാറിൽ തക്സേല് മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെരുന്നാൾ പ്രസംഗക്കാരും വലിയ പ്രഘോഷകരും ഒക്കെ അവർക്ക് എല്ലാം ബൈഹാർട്ടാണല്ലോ. അവർക്ക് പിന്നെ കുർബാന മുഴുവൻ എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ അവിടെ ഒരു ചേട്ടനുണ്ട്, അച്ഛൻ ചെല്ലണതിന് മുമ്പ് കുർബാന മുഴുവൻ ചെല്ലുകയാണ്. അച്ഛൻ മറന്നു പോയാലും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. മുഴുവനായിരിക്കും ബൈഹാർട്ട. പിന്നെ ഒരു വൈദികര് ബൈഹാർട്ടാകൊണ്ടിരിക്കുമോ? അപ്പം ഇങ്ങനെ വലിയ പ്രഘോഷകരായിട്ടുള്ള വൈദികർ പലരും എല്ലാവർക്കും ഒന്നും സീറോ മലബാർ ചെല്ലാറുണ്ട്. പക്ഷെ സീറോ മലബാർ തക്സേല് എല്ലാവർക്കും എന്നുള്ളതില്ല. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നമുക്കുടെ ബുദ്ധിയിൽ നമ്മുടെ അറിവിൽ എല്ലാവർക്കും അല്ല ഈശോ മരിച്ചതെന്നൊക്കെ തോന്നാം. നല്ലത് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിയാലോ. ആരുടെ ബുദ്ധിയാ? നമ്മുടെ ബുദ്ധി ആരുടെയാ? ആദത്തിന്റെ ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധി. ഈശോയുടെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും ഇങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ മാറി കാണുമ്പോൾ ഞാൻ അവിടുത്തെ വളരെ നാളുകളായിട്ട് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ടീച്ചർമാർ അവരോടൊക്കെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ പിറവത്തിനടുത്തൊരു പള്ളി കയറിപ്പോയി ഇതുപോലെ അച്ഛന്മാർ. അപ്പോൾ ഞാൻ അവിടുത്തെ കാറ്റീസൺ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, കാറ്റീസൺ സാറാണോ? അതെ. ഹെഡ് മാസ്റ്ററാണോ? അതെ. ഈ അച്ഛൻ കുദാശ വചനം മാറ്റിയേ പറഞ്ഞേ, ഇങ്ങനത്തെ കുർബാന കണ്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അവളാ സാറ് പറയണേ അതൊക്കെ നല്ലതല്ലേ സാറേ? അല്ല ബ്രദർ എന്നോട് പറയാം സാറിനോട് പറയാം. വേദപാഠം പഠിപ്പിക്കുന്ന സാറിൻ്റെ അറിവ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കിതെല്ലാം നമുക്ക് തോന്നുന്നതൊക്കെ നല്ലതാ. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ മതങ്ങളെയും രക്ഷയുണ്ട്. നല്ലതല്ലേ? നമുക്ക് പിന്നെ യേശുവിനെ പ്രഘോഷിക്കണ്ടല്ലോ. നല്ല കാര്യമല്ലേ? എന്ത് എല്ലാ മതങ്ങളും രക്ഷയുണ്ടെന്നാ പറഞ്ഞാൽ പിന്നെ സുവിശേഷം പ്രഘോഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നല്ല കാര്യമല്ലേ? വെരി ഗുഡ് അല്ലേ? കേൾക്കുന്നവർക്ക് നല്ല സുഖമല്ലേ? നമുക്ക് കിട്ടിയ കാശും കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ. നമുക്ക് തടി കേടാക്കാണ്ട് ജീവിച്ചൂടെ എന്ന് പറയുന്നു. എല്ലാ മതങ്ങളും രക്ഷയുണ്ടെങ്കിൽ തടി കൂടാണ്ട് സുഖമായിട്ട് കിട്ടിയ പൈസ കൊണ്ട് കറുത്ത ഗ്ലാസും വെച്ച് കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിവരമില്ലാത്ത ആത്മായര് ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു കോളിൽ നിന്ന് അടുത്ത കോളിലേക്ക് പോകുന്നത് കറുത്ത ഗ്ലാസ് ഇട്ട വണ്ടിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോയാൽ വഴിയിൽ ആൾക്കാർ പ്രാർത്ഥന ചോദിക്കും. ഒരു
ഹാളിൽ നിന്നും അടുത്ത ഹാളിലേക്ക് പോണത് കറുത്ത ഗ്ലാസ് ഇട്ട വണ്ടിയിൽ. എന്താ കറുത്ത ഗ്ലാസ് ഇട്ട വണ്ടിയിൽ പോകണത്? നടന്നു പോയാൽ ആൾക്കാർ വഴിയിൽ പ്രാർത്ഥന ചോദിക്കും, തടസ്സമാണ്. പറഞ്ഞ് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇമ്പമുള്ള സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണിത്. എന്ത്? ഒരേ കോമ്പൗണ്ടിൽ ഒരു ഹാളിൽ നിന്നും അടുത്ത ഹാളിലേക്ക് പോണത് എയർ കണ്ടീഷൻ കറുത്ത ഗ്ലാസ് ഇട്ട വണ്ടികളിലാണ് പോണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയണ മനസ്സിലാവണം നിങ്ങൾക്ക്? അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാനത് കണ്ട് വശക്കേടായിട്ടുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. ഈ മൂന്നാരഹസ്യം വെളിപ്പെടുത്തി അത് ക്രമീകരിക്കുന്നതിൻ്റെ അനുഗ്രഹവും മാർപ്പാപ്പയ്ക്ക്, അത് വെളിപ്പെടുത്താതെ ഉണ്ടാവുന്ന പ്രത്യാഘാതത്തിനും ആരാണ് ഉത്തരവാദി? മാർപ്പാപ്പ തന്നെയാണെന്ന് ലൂസിയ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ പറഞ്ഞു വന്നത് ഈ വിശ്വാസം പോർച്ചുഗലിൽ എന്നും സംരക്ഷിക്കപ്പെടും. അതാണ് മൂന്നാരഹസ്യത്തിൻ്റെ തുടക്കം. പക്ഷേ അത് വെളിപ്പെടുത്തിയ മൂന്നാരഹസ്യത്തിൻ്റെ തുടക്കത്തിൽ ഇല്ല. അതൊരു തെളിവാണ്. അതിനകത്ത് തുടർന്ന് എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്. കർദിനാൾ റാറ്റ്സിംഗർ തന്നെ പറയുന്നു, തിരുസഭയെ നാശത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന, അതിനെ ശിഥിലമാക്കുന്ന ഒരു സൂനോദോസ് നടക്കുമെന്നും അതിൽ ആരാധനാക്രമങ്ങളും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലും മാറ്റം വരുത്തുമെന്നും, ഒരു മാറ്റം വരുത്തി ഇതൊക്കെ നടന്നെങ്കിൽ നമ്മൾ ആരും അറിഞ്ഞില്ല. അറിഞ്ഞോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? മിസാല് മാറിയപ്പോഴും നമുക്ക് മനസ്സിലായില്ല എന്തായിരുന്നു പഴയ മിസാലിലെ തെറ്റെന്ന്. മനസ്സിലായോ? മനസ്സിലായവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. മനസ്സിലായിരുന്നോ? അപ്പോൾ അത്രമാത്രം ദൈവശാസ്ത്ര മേഖലയിലും ധാർമ്മികതയിലും പ്രബോധനങ്ങളിലും വിശ്വാസ സമിതികളിൽ 1200 ഡോൺ ബോസ്കോയുടെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു എക്യുമിനിക്കൽ കൗൺസിൽ സംഭവിക്കും, അതോടുകൂടി സഭയുടെ തകർച്ച ആരംഭിക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഡോൺ ബോസ്കോ അന്ന് പറഞ്ഞിട്ടുണ്ട് സഭയിൽ അവസാന നാളുകളിൽ ഇങ്ങനെ ഒരു എക്യുമിനിക്കൽ കൗൺസിൽ നടക്കും, അത് സഭയുടെ തകർച്ചയുടെ ആരംഭമായിരിക്കും. വിശ്വാസ സംഹിതകളിലും അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ പോലും തെറ്റുകളും ആശയക്കുഴപ്പങ്ങളും പാകുന്ന തെറ്റായ മറ്റൊരു പ്രബോധന പരമ്പര സത്യസഭയ്ക്ക് സമാന്തരമായി വളർന്നു വന്നു. നമ്മളറിഞ്ഞില്ല. നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമായ കുർബാന മനുഷ്യ കേന്ദ്രീകൃതമായി മാറി. വൈദികൻ നമ്മളെ നോക്കുന്നു, നമ്മൾ വൈദികനെ നോക്കുന്നു. മനസ്സിലായോ? ക്രിസ്തു കേന്ദ്രീകൃതമായ കുർബാന അത്ര മനസ്സിലാക്കിയത്. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വേറെ ക്ലാസ് സെക്ഷനിൽ വരും. ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കുന്ന ഇപ്പോൾ അതായത് ഒറിജിനൽ കുർബാന ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു, സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു. ഇത്രയും മനസ്സിലാക്കി. ആ സക്രാരിയിൽ നോക്കി കാൽവരിയുടെ ബലിയുടെ പുനരാവർത്തനം നടത്തിയിരുന്ന വൈദികനോട് ചേർന്ന് സമൂഹം മുഴുവൻ ദൈവോന്മുഖരായി ബലിയർപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പം എന്തായി? ഇപ്പം മനുഷ്യ കേന്ദ്രീകൃതമായ ക്രിസ്തു കേന്ദ്രീകൃതമല്ല. കൂടാതെ ആ സക്രാരിയുടെ സ്ഥാനത്ത് നിന്നും അനേകം പള്ളികളിൽ ആ സക്രാരി മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അവിടെ കയറി ആരിയിരിക്കുന്നു? മനുഷ്യനിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ അവരോധിച്ചിരിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? ഒരു പള്ളിയിൽ മെയിൻ സ്ഥലത്ത് ആരാ ഇരിക്കണ്ടേ? സെൻട്രൽ ആരാ ഇരിക്കണ്ടേ? കർത്താവാണ് ഇരിക്കേണ്ടത്, ദൈവകാരണി ഈശോയാണ് ഇരിക്കേണ്ടത്. കർത്താവിനൊക്കെ മാറ്റി. എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ പറഞ്ഞ പള്ളി പണിതപ്പോൾ അതിനുവേണ്ടി തന്നെ എത്രയോ പ്രാവശ്യം മേലധികാരികളെ കാണാൻ പോയി. നടക്കുന്നു, മാറ്റല്ലേ എന്ന്. പറ്റിയില്ല, സൈഡിൽ വെക്കേണ്ട വന്നു. ആ ഈശോ ഇരിക്കുന്ന സ്ഥലത്ത് ആന്തൂറിയം പൂ വെച്ചു, പിന്നെ ഒരു താമരയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
പറഞ്ഞ് മനസ്സിലാവണോ? കുർബാന ഇരിക്കുന്നിടത്ത് എന്ത് വെച്ചു? ഇവിടെയൊക്കെ പോയാൽ മതി, ഇപ്പോഴും കാണാം നിങ്ങൾക്ക്. കുറച്ച് അങ്ങോട്ട് പോയാൽ മതി തെക്കോട്ട്. ഇതിനോടനുബന്ധിച്ച് നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. 1915-16 ഏത് കാലഘട്ട? 1917 മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ ഇടയ കുട്ടികൾക്ക് സിസ്റ്റർ ലൂസി, ജെസിന്ത, ഫ്രാൻസിസ്, ഇവർക്ക് പോർച്ചുഗലിൻ്റെ മാലാഖ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, കേൾക്കാത്തവരോട് വേണ്ടി പറയാണ്, മുന്നോടിയായി അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ഈശോയുടെ ശരീരവും രക്തവും നൽകുകയും ചെയ്തു എന്ന സത്യം നമ്മൾ മറക്കരുത്. ആര് കൊടുത്തു? ആരുടെ മാലാഖ? പോർച്ചുഗലിൻ്റെ മാലാഖ. അത് കേട്ടോ. തിരുശരീരം ലൂസിയായ്ക്കും കാസായിലെ തിരുരക്തം ജസീന്തയ്ക്കും ഫ്രാൻസിസിനുമാണ് കൊടുത്തത്. ശരീരം ആർക്ക് കൊടുത്തു? ലൂസിയാക്കി. കാസായിലെ രക്തം ആർക്ക് കൊടുത്തു? മനസ്സിലാക്കാം, ജ്ഞാനമുള്ളവൻ മനസ്സിലാക്കാം. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടമനുഷ്യരാൽ തകർത്തപ്പെട്ട ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞാണ് നൽകിയത്. അപ്പോൾ വരാനിരിക്കുന്ന സുനോദോസിൽ ശിഥിലമാക്കപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ ശരീര രക്തങ്ങളാണ് ആർക്ക് കൊടുത്തത്? ജസീന്തയ്ക്കും ഫ്രാൻസിസിനും കൊടുത്തത്. ആ രക്തം ശരീരം ആർക്ക് കൊടുത്തു? ലൂസിയാക്കി. ലൂസി അല്ല, ലൂസിയ ആണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവൃത്തി വഴി നിങ്ങൾ സത്യദൈവമായ യേശുവിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ആ ശരീരവും രക്തവും മാലാഖ കൊണ്ടുകൊടുത്ത് ഇവർ സ്വീകരിച്ചപ്പോൾ മാലാഖ പറയാണ്, നിങ്ങളത് യേശുവിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം സംഭവിക്കാനിരിക്കുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് അത് ആ പ്രവൃത്തി നടന്നത്. നന്ദിഹീനരായ മനുഷ്യരുടെ പാപങ്ങൾക്ക് അതുവഴി നിങ്ങൾ പരിഹാരം ചെയ്യുകയാണെന്നും മാലാഖ പറഞ്ഞു. അതായത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം. അവിടെ ആ മാലാഖ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ഫ്രാൻസിസും ജസീന്തയും സ്വീകരിച്ച സഹനങ്ങൾ, നിന്ദനങ്ങൾ, പരിത്യാഗ പ്രവൃത്തികൾ ഇതെല്ലാമാണ് എന്ത് ചെയ്തത്? ഒന്നാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് മനുഷ്യർ നടത്തിയ പാപത്തിന് പരിഹാരമായി ദൈവം സ്വീകരിച്ചതും യുദ്ധം അവസാനിപ്പിച്ചതും. അതാണ് ഉദ്ദേശിക്കുന്നതാണ്. മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് സന്ദേശങ്ങൾ കാണുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം, പരിത്യാഗം, പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മളുടെ സേവിങ് ഗ്രേസ് ക്ലാസ്സിലും ഇതിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതേക്കുറിച്ച്, രക്ഷാകര കൃപ എന്ന ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ട ക്ലാസ് രണ്ടാമതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അതിലെ 10-1 കാര്യം നിങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് 2ാം പ്രാവശ്യം കേട്ടാൽ 10-2 ഭാഗം മനസ്സിലാവും. 3ാം പ്രാവശ്യം കേട്ടാൽ 10-3 ഭാഗം. 10 പ്രാവശ്യം കേട്ടാൽ അതിൽ 10-9 കാര്യം മനസ്സിലാവും. അത് നിങ്ങൾ നോക്കിക്കോ, ഒന്നുകൂടി കേട്ട് നോക്കിക്കോ. ഇത് കേട്ടതാണോ എന്ന് വരെ നിങ്ങൾക്ക് സംശയം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ രണ്ടാമത് കേൾക്കുമ്പോൾ ബ്രദർ ഇത് ധ്യാനത്തിൽ പറഞ്ഞതാണോ എന്ന് വരെ നിങ്ങൾ സംശയിക്കും. കാരണം നിങ്ങൾക്ക് ആകെപ്പാടെ വെപ്രാളം. ദൈവമേ, എങ്ങനെ മോളെ കെട്ടിക്കുക, എങ്ങനെ മോളെ അമേരിക്കയിലേക്ക്, ഓസ്ട്രേലിയക്ക് കയറ്റി വിടുന്നു വിചാരിച്ച് വന്നിരിക്കുന്നവരാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിത് ഇവിടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ് മുഴുവനൊന്നും ഇവിടെ ഇല്ല. ആ കാര്യത്തിൽ ആരും സംശയമില്ല. ദൈവം ഇവിടെ മഴ വരാൻ പോകണം, ദൈവമേ ഒന്ന് പോകണമല്ലോ, ഇവിടുന്ന് എങ്ങനെയും വീട്ടിലെത്തോ ഇല്ലയോ, ബ്രദർ വിടോ ഇല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്ത. ഞാനീ പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ അപ്പോഴേക്കും ഇവിടെ സൂര്യപ്രകാശം കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ മഴ വരും, ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് പോവാം, ബസ് ഉണ്ടാവോ ഇല്ലയോ, എന്താണാവോ സംഭവിക്കുക എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്നതിന് മുമ്പ് പോകാനായിട്ട് വല്ല കാര്യങ്ങളും പറ്റുമെങ്കിൽ ഏറ്റവും
എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ? അവര് നിങ്ങളിത് കേട്ട രണ്ടാമത് കേൾക്കുമ്പോൾ എന്ത് തോന്നും? ഇത് ബ്രദർ എപ്പോഴാണ് പറഞ്ഞേ? എന്നോട് തന്നെ പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഇത് ഏത് ധ്യാനത്തിലെ ടോക്കാണ് ബ്രദർ? നീ കേട്ട ധ്യാനം? ഹല്ലേലൂയ. യേശു ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. അതെ, നിങ്ങളവിടെ നിങ്ങളുടെ ശരീരം മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മാലാഖ പറയാണ്, പരിശുദ്ധ കുർബാനയുടെ ക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് ദൈവത്തിൻ്റെ നീതിയെ ലോകത്തിന് മേൽ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണെന്ന് മാലാഖ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? 1915-16 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗലിൻ്റെ മാലാഖ നടക്കാനിരിക്കുന്ന ഈ എക്യുമെനിക്കൽ സിനോദോസിലൂടെ ശിഥിലമാക്കപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചത്. മനസ്സിലായോ? ഇത് നിങ്ങൾ പഠിക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞത്. എന്താ ബിഷപ്പ് അത്തനേഷ്യസ് പറഞ്ഞില്ലേ, തിരുസഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വിശകലനം ചെയ്ത് പഠിക്കണം. എവിടെ നിന്ന് എവിടേക്കാണ് എത്തിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ സിംഗപ്പൂര് ഉണ്ട്. അപ്പോൾ ആള് അവിടെ ട്രഡീഷണൽ മാസിലാണ് പോകുന്നത്, ട്രഡീഷണൽ മാസ്. അപ്പോൾ ആളുടെ കുട്ടികളെയും കൊണ്ട് അവിടെ ആദ്യമായിട്ട് പോയപ്പോൾ കുർബാനയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ പള്ളിയുടെ എൻട്രിയിൽ തന്നെ മാന്യമായ വസ്ത്രമാണ്, തലയിൽ ഇതില്ലെങ്കിൽ അവിടെ വെയിൽ വെച്ചിട്ടുണ്ട്. ആ വെയിൽ ഉപയോഗിച്ചിട്ടേ അകത്ത് കയറാൻ പാടുള്ളൂ, ശിരോവസ്ത്രം ഉപയോഗിച്ചിട്ട് കയറാൻ പാടുള്ളൂ. വൃത്തിയായ വസ്ത്രധാരണ അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കാൻ അച്ഛന്മാർ സമ്മതിക്കില്ല. അതായിരുന്നു ഒറിജിനൽ കാത്തലിക് ചർച്ച്. ഇപ്പോൾ തുണിയിലാണ്ട് പോകണവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, മുൻനിരയിൽ നിർത്തും. ഇത്രയ്ക്ക് വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പം പല അമ്മമാരോടും ചോദിച്ചു, നിങ്ങൾ മക്കളെ ഇങ്ങനെ എന്താ വസ്ത്രം ധരിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മമാർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോൾ എൻ്റെ മക്കളിങ്ങനെ ഇടുമ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഭാവനയിൽ കാണാണ്. കാരണം അന്ന് അമ്മമാർ സമ്മതിക്കില്ലായിരുന്നു ഈ വക തോന്നിയാസം ഡ്രസ്സ് ഇടാൻ. അപ്പം ഇപ്പോൾ തോന്നിയാസം കാണിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അനുവദിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സ്വപ്നം അങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമല്ലോ. മനസ്സിലാവില്ല നിങ്ങൾക്ക് ഞാൻ പറയണ മലയാളം? മനസ്സിലാവില്ല നിങ്ങൾക്ക്? പരിശുദ്ധ ദൈവമാതാവ്, സൈക്കോളജി പഠിച്ചവർ പറയും നോക്കണവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന്. അത് പറയാനിപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. സൈക്കോളജി പഠിച്ചവർ പറയും നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പം, നോക്കണവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന്. ഔവാമ നോക്കിയില്ലോ ആ ഫലത്തിനെ, അപ്പോഴും അവളുടെ കണ്ണിൻ്റെ കുഴപ്പമായിരുന്നു. ആ കുഴപ്പം നമുക്ക് കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഔവാമ ആ ഫലത്തിന് നോക്കിയപ്പോൾ കണ്ണിന് കുഴപ്പമുണ്ടായില്ലോ ഇല്ലേ? അല്ല, കുഴപ്പമുള്ള കണ്ണുകൊണ്ട് നോക്കിയോ? അപ്പോൾ നോക്കിയപ്പോൾ കണ്ണ് കുഴപ്പമായോ? അത് നമുക്കും കിട്ടുമല്ലോ, കിട്ടുമല്ലേ? ഈ സൈക്കോളജിസ്റ്റിന് അത് കിട്ടിയിട്ടില്ല, പാവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയിടെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ ഓസ്ട്രേലിയയിൽ, വിയന്നയിൽ. അപ്പം നമ്മളുടെ ഒരു നല്ല പ്രശസ്ത പ്രാർത്ഥന കൂട്ടായ്മ അവിടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട്. അപ്പോൾ അവിടെ സഹായിക്കുന്ന ഒരു പെൺകുട്ടി അവിടുത്തുകാരിയുടെ പോലെ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നയിക്കുന്ന ആൾ പറഞ്ഞു ഈ നാട്ടിലെ സംസ്കാരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. മനസ്സിലാവണ്ട? ഒരു മലയാളി പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു, മലയാളി സ്ത്രീ അവിടുത്തുകാർ വസ്ത്രം ധരിക്കണ പോലെ. അപ്പോൾ അവിടെയുള്ള ഈ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ഈ പകൽ മുഴുവൻ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ, സ്ത്രീകളായിട്ടുള്ള കുറേ പോലീസുകാരുണ്ട്, അവിടെ ഉണ്ട് പോലീസുകാർ സ്ത്രീകളുണ്ട്, എനിക്കറിയാൻ വേണ്ടില്ല, ഞാൻ ഈയിടെയായിട്ട് അറിഞ്ഞു. അവർ ഫുൾ ഡ്രസ്സാണ്, ഫുൾ ഡ്രസ്സ്. അവർക്ക് ഈ സംസ്കാരവും ഈ കാലാവസ്ഥയും ഒന്നും ബാധകമല്ലേ? ഞാനും ഇത് തിയോളജി പഠിക്കുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ നല്ല തണുപ്പാണ്, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈ തണുപ്പേ ഇല്ല. ആണുങ്ങളോ ഉള്ളിൽ ഡ്രസ്സ്, സ്വെറ്റർ, ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ കോട്ട്, അതിൻ്റെ പുറത്ത് മറ്റേ ഭയങ്കര ഒരു കോട്ട്, ഇത്ര ഇടുന്നവരാ.
പെണ്ണുങ്ങളാണെങ്കിൽ ആകപ്പാട് 3/4 മീറ്ററിലുള്ള തുണിയാണ് മൊത്തം ഉടുക്കണേ. അപ്പം ഞങ്ങൾ ചോദിച്ചു, അച്ഛൻ അവിടെ പഠിച്ചതല്ലേ, അവിടെ ഇവർക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു ക്ലൈമറ്റ്, ആണുങ്ങൾക്ക് വേറൊരു ക്ലൈമറ്റ് ആണോ? പെണ്ണുങ്ങൾക്ക് തണുക്കണേ ഇല്ല, ആണുങ്ങൾക്കാണ് ഈ ഭയങ്കര തണുപ്പ്. ഇതെന്തെങ്ങനെ? അച്ഛനൊരു കള്ളച്ചിരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊക്കെ വല്ല ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് എൻ്റെ വാട്സപ്പിൽ എനിക്ക് എഴുതിക്കോളൂ കേട്ടോ. ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇനി മറ്റ് രേഖകൾ നമ്മൾ പഠിക്കുകയാണ്. ഈ 3-ാമത്തെ രഹസ്യത്തിൽ വെളിപ്പെടുത്താത്ത കാര്യം. ഇപ്പം നമ്മൾ എന്താ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ? ഒന്ന്, ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കി, 3-ാം രഹസ്യത്തിൽ പറയുന്ന മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനല്ല, അത് സംഭവിക്കാനുള്ളതാണ്. നമ്പർ 1. നമ്പർ 2, പോർച്ചുഗലിൽ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് 3-ാം രഹസ്യത്തിൽ വെളിപ്പെടുത്തിയതിൽ ഇല്ല. 4, വരാനിരിക്കുന്ന സുനോദോസിൽ ആരാധനാക്രമങ്ങളും വിശുദ്ധ കുർബാനയും ശിഥിലമാക്കപ്പെടും എന്നുള്ളത് 3-ാം രഹസ്യത്തിൽ വെളിപ്പെടുത്തിയതിൽ ഇല്ല. ഇനിയും നമ്മൾ കൂടുതൽ രേഖകൾ പഠിക്കുകയാണ്. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 24-29 വാക്യം. ഇത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരിച്ചുവരവിന് തൊട്ടു മുൻപായി സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഫാത്തിമയിൽ നടന്ന സൂര്യാത്ഭുതം എന്ന് പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗൊബ്ബിക്ക് നൽകിയ സന്ദേശങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. MMB 485. തന്റെ തിരുക്കുമാരന്റെ വരവ് സമീപസ്ഥമാണെന്നും അതിനായി തിരുസഭയെയും ലോകത്തെയും ഒരുക്കണമെന്നും പരിശുദ്ധ അമ്മ വൈദികരോട് ആഹ്വാനം ചെയ്തു. ഈ ഫാത്തിമ സന്ദേശങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കണമെന്ന് പരിശുദ്ധ ദൈവമാതാവ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് അത് ആത്മീയമായാലും ഭൗമികമായാലും ഫാത്തിമ 3-ാം രഹസ്യത്തിന്റെ അനുസരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഭൂമിയെയും ഭൂമിയിലെ സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള അധികാരം ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയ്ക്കാണെന്ന് പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16, 18, 19 തിരുവചനങ്ങൾ. ഈ വചനമാണ് പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചത്. എന്നാൽ 1960 മാത്രം തിരുസഭയ്ക്കും ലോകത്തിനും കൊടുക്കാൻ പറഞ്ഞ സന്ദേശം 1959 തന്നെ തുറന്നു വായിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തു. 1960 ഫെബ്രുവരി 8 ANI വത്തിക്കാൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വാർത്ത ഫാത്തിമ 3-ാം രഹസ്യം ഒരിക്കലും പുറത്തുവരില്ല എന്നാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സമ്മർദ്ദം മൂലം 2000 ഈ 3-ാം രഹസ്യത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും. അങ്ങനെ 1960 ഫാത്തിമ 3-ാം രഹസ്യം വെളിപ്പെടുത്തണമെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ തിരുസഭാധികാരികൾ ധിഖരിച്ചു. പരിശുദ്ധ ദൈവമാതാവിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തന്നെ വാക്കുകളായിരുന്നില്ലേ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നല്ലേ ഈശോ പറഞ്ഞത്? ഫാത്തിമ രഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയവരിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, കർദിനാൾ ഒത്തവിയാനി, കർദിനാൾ ചാപ്പി, ബിഷപ്പ് വെനാൻസിയോ, കാനോനിക്ക ബർത്താസ്, ഫാദർ അഗസ്റ്റിൻ ഫുവന്തസ്, ഫാദർ മലാക്കി മാർട്ടിൻ എസ്റ്റെ, ഫാദർ അലോൻസോ, ഫാദർ ഷ്വൈഗൾ എന്നിവരും ഉൾപ്പെടുന്നു. ഇവർ ഫാത്തിമ 3-ാം രഹസ്യം നേരിട്ട് വായിച്ചവരും സിസ്റ്റർ ലൂസിയായിൽ നിന്നും നേരിട്ട് കേട്ടവരും ഈ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരുമായിരുന്നു. ഈ കാലയളവിലും
ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗനോ വ്യക്തമായും വിശദമായും പ്രസ്താവിച്ചത് ഫാത്തിമ മൂന്നാം രഹസ്യം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് തന്നെയാണ്. കൂടാതെ പ്രശസ്ത ഇറ്റാലിയൻ ജേർണലിസ്റ്റ് അന്തോണിയോ സോച്ചി, വത്തിക്കാൻ ജേർണലിസ്റ്റായ മാർക്കോ തൊസാത്തി, ചരിത്രകാരനായ പാവളോ സൊളദീനി, ഫാദർ നിക്കോളാസ് ഗ്രൂണർ, ഫാദർ പോൾ ക്രാമർ, പ്രൊഫസർ ജോൺ സാൾസ, പ്രൊഫസർ ടേലർ മാർഷൽ, പ്രൊഫസർ റോബർട്ടോ ദെ മത്തൈ എന്നിവരും ഫാത്തിമ മൂന്നാം രഹസ്യം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ തിരുസഭ യേശുവിനെ തള്ളിപ്പറയുമെന്നും ഇത് തിരുസഭയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണെന്നും 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രവചിച്ചിട്ടുണ്ട്. ഈ വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? ഫാത്തിമ മൂന്നാം രഹസ്യം സിസ്റ്റർ ലൂസിയയിൽ നിന്നും നേരിട്ടറിയാൻ ഭാഗ്യം ലഭിച്ച വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ മൂടിവെക്കപ്പെട്ട ഭാഗത്ത് പറയുന്നത് തിരുസഭയിലെ ഉന്നത അധികാരികളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തിരുസഭയിലെ ഉന്നത തലങ്ങളിൽ നിന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചാണെന്ന് തന്നെ. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അഥവാ ഈ പൈശാചിക മാർഗഭ്രംശത്തിന്റെ ഉറവിടം ഏത് എന്നെല്ലാം. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത് ഈ ശിക്ഷ നാം തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. എങ്ങനെ? റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത്. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ നാശത്തിന് ഹേതുവായിക്കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കും വിധം തിരുസഭ കമ്മ്യൂണിസവുമായും റഷ്യൻ ഓർത്തഡോക്സ് ശീസ്മാറ്റിക് സഭയുമായും എന്നേക്കുമായി ഉടമ്പടിയുണ്ടാക്കി. മെറ്റ്സ് ഉടമ്പടി, ദ പാക്ട് ഓഫ് മെറ്റ്സ്. അങ്ങനെ തിരുസഭ നിരീശ്വരവാദികളുമായി കൈകോർത്ത് സഭയുടെ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. ശിക്ഷയുടെ സമയത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 25 വരികളായി ഒറ്റ പേജിൽ സിസ്റ്റർ ലൂസിയ എഴുതിയ ഫാത്തിമ മൂന്നാം രഹസ്യം 1959 ജോൺ 23-ാമൻ മാർപ്പാപ്പ വത്തിക്കാനിലെ രേഖകൾ സൂക്ഷിക്കുന്ന കിണറു പോലെയുള്ള ഒരു പ്രത്യേകതരം അറയിൽ എറിഞ്ഞു കളഞ്ഞുവെന്ന് കർദിനാൾ ഒത്തവ്യാനി. ഫാത്തിമ മൂന്നാം രഹസ്യം മാർപ്പാപ്പയുടെ മുറിയിലെ മേശവലിപ്പിലാണ് സൂക്ഷിച്ചതെന്ന് കർദിനാൾ കാപ്പോവില്ല. എന്നാൽ 1981 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വായിച്ച മൂന്നാം രഹസ്യമാകട്ടെ വത്തിക്കാനിലെ ആർക്കിവിയോയിൽ സൂക്ഷിച്ചതും താൻ 1979 വായിച്ചതും 1981 വായിച്ചതും രണ്ടും രണ്ടു രേഖകളെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഒരേ ഫാത്തിമ മൂന്നാം രഹസ്യത്തെക്കുറിച്ച് 2 രേഖകളുണ്ടോ എന്ന് ചോദിച്ച ഇറ്റാലിയൻ ചരിത്രകാരൻ പാവളോ സൊളിദീനിയോട് കർദിനാൾ ലോറിസ് കാപ്പോവില്ല പറഞ്ഞു, പ്രിസൈസ്ലി സി. ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ 2ാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 3ാം പതിപ്പ് 3rd എഡിഷൻ വിതരണത്തിനായി എത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 1ഉം 2ഉം പതിപ്പുകൾ ജാതി മത ഭേദമന്യേ വിതരണം ചെയ്ത മാതാവിന്റെ എല്ലാ മക്കളെയും പരിശുദ്ധ കന്യകാമറിയം തന്റെ മേലങ്കിക്കുള്ളിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് വിമല ഹൃദയത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. Gloria Patri et Filio et Spirituis Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. Amen. Ave Maria.